മലപ്പുറം മുൻ SP സുജിത് ദാസിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ. എടവണ്ണ സ്വദേശിയായ ASI ശ്രീകുമാറിന്റെ ആത്മഹത്യയിൽ SP-ക്ക് പങ്കുണ്ട് എന്നാണ് ആരോപണം. SP-യിൽ നിന്ന് ASI അടക്കം കടുത്ത മാനസിക പീഡനം നേരിട്ടതായി സുഹൃത്ത് നാസർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. പലതവണ ട്രാൻസ്ഫർ ചെയ്യുകയും അവധി പോലും നൽകാതെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തതായും നാസർ ആരോപിച്ചു. ആദ്യം കേൾക്കാം പ്രതികരണം. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഏറ്റവും വിവാദമായ ഒന്നായിരുന്നു മലപ്പുറം എടവണ്ണ സ്വദേശിയായ ASI ശ്രീകുമാറിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയം. നേരത്തെ തന്നെ MSF അടക്കമുള്ളവർ ആ ആത്മഹത്യയിൽ ദുരൂഹത ആരോപിച്ച് രംഗത്ത് വരികയും ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം PV അൻവർ തന്നെ പറഞ്ഞ കാര്യം ആ കുടുംബത്തെ പണം നൽകിയും ഭീഷണിപ്പെടുത്തിയും മുൻ SP ആയിരുന്ന S സുജിത് ദാസ് സ്വാധീനിച്ചു എന്നായിരുന്നു. അതിന് ഉതകുന്നതായ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് ശ്രീകുമാറിൻ്റെ സുഹൃത്ത് കൂടിയായിട്ടുള്ള നാസറിന് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണ് ശ്രീകുമാർ അവസാനം കണ്ടത് സമയം നിങ്ങളോട് പറഞ്ഞത്? അതായത് നിങ്ങളൊക്കെ എത്ര സുഖത്തിലാണ് ജീവിക്കുന്നത്? നിങ്ങൾക്കൊക്കെ ഇപ്പോൾ വൈകുന്നേരമായാൽ സുഖമായിട്ട് കിടന്നുറങ്ങാമല്ലോ. എനിക്ക് എൻ്റെ ഭാര്യൻ്റെ കൂടെ വരെ ഉറങ്ങാൻ അയക്കൂല. അപ്പോൾ ഇതൊക്കെ ആരാ ചെയ്യുന്നത് എന്ന് അവനോട് ചോദിക്കുമ്പോഴേ അവൻ പറയാണ്, അതായത് ഞങ്ങളെ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. ഞാനവിടെ റബ്ബർ തോട്ടത്തിൽ കൊടുത്ത് എത്ര ആളെ മർദ്ദിച്ചിട്ടുണ്ട് എനിക്കറിയോ. അപ്പോൾ ഇത് എന്തിനാത് ചെയ്യണേ? അപ്പോൾ പ്രതികൾ ഞങ്ങളെ കൂട്ടത്തിൽ ഗുണ്ടകൾ പറഞ്ഞൊരു ടീമുണ്ടല്ലോ കൂട്ടത്തിൽ, പോലീസിൻ്റെ കൂട്ടത്തിൽ. അതാ എന്തോ എനിക്കതിൻ്റെ പേരൊന്നും അറിയില്ല. ഗുണ്ടകൾ പറഞ്ഞൊരു ടീമുണ്ട്, അവർക്കാണ് കൊടുക്കുകയാണ് പ്രതികളെ. പോലും മർദ്ദിച്ച് അവസാനമാക്കിയിട്ടാണ് അവൻ കൊണ്ടുപോയിട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യാൻ എനിക്ക് ആരോഗ്യ ബുദ്ധിമുട്ട് വന്നപ്പോൾ എനിക്ക് കഴിയാതെയായി. പറഞ്ഞിട്ടാണ് ശ്രീകുമാർ ഇങ്ങനെ മർദ്ദിച്ചിരുന്നത്. നമ്മളെ പോലീസിൻ്റെ ഇപ്പോഴത്തെ ഉന്നതമായ SP മുതൽ SP ആണ് അതിൻ്റെ കൂടുതലും. ഓനെ മദ്യപാനിയാക്കിയത് ഡിപ്പാർട്ട്മെൻറ്റാണ്. മുമ്പ് മദ്യപാനിയൊന്നുമല്ല. പലപ്പോഴും ഉദ്യോഗസ്ഥർക്ക് വഴങ്ങാത്തതുകൊണ്ട് തുടർച്ചയായി ട്രാൻസ്ഫർ അടിച്ചു. അതെ, അത് ഇഷ്ടം പോലെ. കാരണം നിലമ്പൂർ ഒരാഴ്ചയാണെങ്കിൽ കാളിയാവായിരിക്കും ഒരാഴ്ച, അല്ലെങ്കിൽ അങ്ങോട്ട് വേറെ എവിടേക്കെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ മഞ്ചേരി ആയിരിക്കും. പിന്നെ മൊത്തത്തിൽ സിവിൽ പോലീസാണല്ലോ, മറ്റേ ഡ്രസ്സ് ഉപയോഗിക്കാത്തൊരു പോലീസ് രൂപമല്ലേ. ആ രൂപത്തിലാണ് അവൻ്റെ ചിന്തകൾ ഡ്യൂട്ടി കൊടുത്തിരുന്നത്. ഡിപ്പാർട്ട്മെൻറ്റിൽ ഓനെ ഒരു സ്വസ്ഥമായിട്ട് ജീവിക്കാനോ അവരെ അനുഭവിച്ചിട്ടില്ല. ബുദ്ധിമുട്ടിക്കൽ കൊണ്ട്, ഉദ്യോഗസ്ഥരുടെ പീഡനം കൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആത്മഹത്യ ചെയ്തത്. മരിക്കുന്ന സമയത്ത് ചില ഡയറി കുറിപ്പുകളൊക്കെ എഴുതിയത് നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞില്ല. നിങ്ങൾ ആ സമയത്ത് അവിടെ പോയിരുന്നു? ഞാൻ മരിച്ച് പോലീസ് വരുന്നതിൻ്റെ മുമ്പാണ് എത്തിയിട്ടുണ്ട്. മേശപ്പുറത്തൊരു വെക്കുണ്ടായിരുന്നു. ആ വെക്കുന്ന 2 പേജ് കീറി പോലീസുകാർ കയറി. താങ്കളത് കണ്ടു? കീറുന്നത് കണ്ടിട്ടുണ്ട്. എന്താണ് അതിൽ എഴുതിയത്? മരണക്കുറിപ്പായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഡിപ്പാർട്ട്മെൻറ്റിലത്തെ കാര്യങ്ങളൊക്കെ എഴുതിയിരുന്നു. ഓൻ അന്നാന്ന് നടക്കുന്നതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് എന്നല്ല, ഓൻ്റെ ജീവിതത്തിൽ നടന്നതൊക്കെ ഒരു ഡയറിയിൽ ഓൻ എഴുതിയിരുന്നു. ആ ഡയറി അന്ന് പോലീസ് എടുത്തിട്ടുണ്ട് അവിടുന്ന്. ആ ഡയറി പിന്നെ പുറത്തേക്ക് വന്നിട്ടില്ല. SP-നെ കുറിച്ച് എന്താ പറഞ്ഞിരുന്നു? SP-നെ കുറിച്ച് ഇപ്പോഴത്തെ SP മാറാതെ ഞങ്ങൾക്ക് ആർക്കും ഒരു രക്ഷയില്ല കേട്ടോ. ഞങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ട ഒരുവിധം പോലീസുകാരൊക്കെ എന്തെങ്കിലും പോകുന്ന പറഞ്ഞാൽ. എന്തായാലും ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നാസർ പറഞ്ഞത്. അഥവാ ആത്മഹത്യയ്ക്ക് ശേഷം അവിടെ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ഈ ആത്മഹത്യാക്കുറിപ്പ് എന്ന് സംശയിക്കുന്ന രേഖകൾ അവിടെ നിന്ന് കീറിയെടുത്തു. മാത്രമല്ല ശ്രീകുമാർ ഡിപ്പാർട്ട്മെൻറ്റിലെ രഹസ്യങ്ങളടക്കം, അല്ലെങ്കിൽ തനിക്ക് നേരിട്ട അനുഭവങ്ങളടക്കം എഴുതി വെച്ചിരുന്ന ഡയറി, എല്ലാ ദിവസവും എഴുതിയിരുന്ന ഡയറി, അതും പോലീസ് കൊണ്ടുപോയി എന്നുള്ളത് നാസർ പറഞ്ഞു. മാത്രമല്ല പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും SP സുജിത് ദാസ് നിന്നടക്കം ക്രൂരമായ മാനസിക പീഡനങ്ങൾ ശ്രീകുമാർ നേരിട്ടിരുന്നു. പ്രതികളെ മർദ്ദിക്കാത്തതിനടക്കം ഉന്നത ഉദ്യോഗസ്ഥർ ശ്രീകുമാറിനെ വേട്ടയാടിയിരുന്നു എന്ന് തന്നെയാണ് നാസർ വെളിപ്പെടുത്തുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂവൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ മലപ്പുറം. ഗുഡ് മോർണിംഗ് അഷ്കർ അലിയുടെ ഇപ്പോൾ ഈ സംഭാഷണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ഈ നാസർ പറയുന്നത് പോലെ സുജിത് ദാസ് വളരെ ക്രൂരമായി മാനസികമായി പീഡിപ്പിക്കുകയായിരുന്നു കീഴുദ്യോഗസ്ഥരെ എന്നാണ്. പല പരാതികളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പലരും നമുക്ക് അവരുടെ പേര് വെളിപ്പെടുത്താതെ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആത്മഹത്യ പ്രേരണയാണ് ഇപ്പോൾ ഈ സുഹൃത്ത് ആരോപിക്കുന്നത്. ആത്മഹത്യയിലേക്ക് നയിച്ചത് ഈ സമ്മർദ്ദത്തെ തുടർന്നാണെന്നാണോ നാസർ പറയുന്നത്? ഗുരുതരമല്ലേ ആരോപണങ്ങൾ? അരുൺ, ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് നാസർ പങ്കുവെക്കുന്നത്. നേരത്തെ തന്നെ നമ്മൾ ഈ ASI ശ്രീകുമാറിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നമ്മൾ റിപ്പോർട്ടർ TV തന്നെ പുറത്തുവിട്ടിരുന്നു. അതിന് സമാനമായ രീതിയിൽ ആത്മഹത്യക്കുറിപ്പ് നശിപ്പിച്ചതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ദൃക്സാക്ഷിയായി ഇപ്പോൾ നാസർ മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അവസാന കാലത്ത് പെരിന്തൽമണ്ണ സ്റ്റേഷനിലെ ASI ആയിരുന്നു എടവണ്ണ സ്വദേശിയായിട്ടുള്ള ശ്രീകുമാർ. ഈ ശ്രീകുമാർ പിന്നീട് 2021 ജൂൺ 10-ാം തീയതിയാണ് ആത്മഹത്യ ചെയ്യുന്നത്. രാത്രി 12 മണിക്കും 12:30
മണിക്കൂറിനും ഇടയിൽ ശ്രീകുമാർ ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസ് കണ്ടെത്തിയത്. പിറ്റേ ദിവസം രാവിലെയാണ് ശ്രീകുമാറിൻ്റെ ആത്മഹത്യ എല്ലാവരും അറിയുന്നത്. അതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ്, അഥവാ രാത്രി 12 മണിക്ക് ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ 2-3 മണിക്കൂറുകൾക്ക് മുമ്പാണ് അവസാനമായി ശ്രീകുമാർ നാസറിനോട് സംസാരിക്കുന്നത്. ആ സംസാരിക്കുന്ന ഘട്ടത്തിൽ പോലും ഇത്തരത്തിൽ ശ്രീകുമാർ നേരിടേണ്ടി വന്ന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള വേട്ടയാടലുകളെക്കുറിച്ച്, പ്രത്യേകിച്ച് അന്നത്തെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിരുന്ന എസ് സുജിത് ദാസിൽ നിന്ന് നേരിടേണ്ടി വന്ന മാനസിക പീഡനങ്ങളെക്കുറിച്ചാണ് നാസറിനോട് വെളിപ്പെടുത്തിയത്. ഓരോ സമയങ്ങളിലും പല പ്രതികളെയും പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കാൻ ഇത്തരത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ ശ്രീകുമാറിന് ആവശ്യപ്പെട്ടിരുന്നു. ആ കാലഘട്ടങ്ങളൊക്കെ തന്നെ ശ്രീകുമാർ അടങ്ങുന്ന സംഘത്തെ ഒരു ഗുണ്ടാ സംഘം എന്നാണ് നാസർ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ അത് ഡാൻസ് ഓഫ് സംഘത്തെ ഉദ്ദേശിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. യൂണിഫോം ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന ഈ സംഘം പല പ്രതികളെയും പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചിരുന്നു. ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വലിയ തോതിൽ മദ്യം നൽകിയാണ് ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനത്തിലൊക്കെ പോലീസ് നിർദ്ദേശിച്ചിരുന്നത്. അങ്ങനെ മർദ്ദിച്ചിരുന്ന ശ്രീകുമാർ പിന്നീട് ഒരു ഘട്ടത്തിൽ അതിൽ നിന്ന് പിൻവാങ്ങുകയുണ്ടായി. ഇതിൽ നിന്ന് പിൻവാങ്ങിയതോടെയാണ് ഈ ജില്ലാ പോലീസ് മേധാവിയും ശ്രീകുമാറും തമ്മിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. ഇതിന് പിന്നാലെ തന്നെ ശ്രീകുമാറിനെ പല പോലീസ് സ്റ്റേഷനുകളിലേക്കും തുടർച്ചയായി സ്ഥലം മാറ്റത്തിന് വിധേയമാക്കി, തുടർച്ചയായി ട്രാൻസ്ഫറുകൾ നൽകി. ശ്രീകുമാറിൻ്റെ ഭാര്യയായിരുന്ന മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഒരു തരത്തിലും ബന്ധപ്പെടാൻ പോലും കഴിയാത്ത രീതിയിൽ ഡ്യൂട്ടി ഷിഫ്റ്റുകൾ ക്രമീകരിക്കുകയും അത്തരത്തിൽ പലതരത്തിൽ ശ്രീകുമാറിനെ മാനസികമായി പീഡനത്തിനിരയാക്കുന്നു. മാത്രമല്ല, ഒരു കേസിൽ അകപ്പെട്ടതോടെ, ഒരു മദ്യപിച്ച് വാഹനം ഓടിച്ച ഒരു കേസിൽ പെട്ടതോടെ ശ്രീകുമാറിനെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി ജില്ലാ പോലീസ് മേധാവി ശ്രീകുമാറിനെ പ്രതിസന്ധിയിലാക്കിയെന്ന് അന്നത് ശ്രീകുമാറിന്റെ കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ തന്നെ ആരോപിച്ചിരുന്നു. അതിലെ ഗുരുതരമായ വകുപ്പുകൾ ഒഴിവാക്കാൻ ശ്രീകുമാർ സമീപിച്ചപ്പോൾ ശ്രീകുമാറിനോട് പോയി ആത്മഹത്യ ചെയ്തോളാൻ പറഞ്ഞു എന്നായിരുന്നു സുജിദാസിനെതിരെ അന്ന് തന്നെ ഉയർന്നിരുന്ന ആരോപണം. ആ ആരോപണത്തെ ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നാസറിനോട് ശ്രീകുമാർ പങ്കുവെച്ച വിവരങ്ങൾ നാസർ തന്നെ വെളിപ്പെടുത്തുന്നത്. മാത്രമല്ല, മരിച്ച ശേഷം ആദ്യമായി ആ വീട്ടിലേക്ക് എത്തുന്നത്, പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ നാസർ ആ വീട്ടിലേക്ക് എത്തിയിരുന്നു. തുറന്നെത്തിയ പോലീസ് ഈ ശ്രീകുമാറിൻ്റെ ഡയറിയിൽ നിന്നും, അഥവാ ഡിപ്പാർട്ട്മെൻറ്റിലെ രഹസ്യങ്ങളടക്കം അടങ്ങിയിരുന്ന എല്ലാ ഡയറി കുറിപ്പുകളും അടങ്ങുന്ന ഡയറി പോലീസ് എടുത്തുകൊണ്ടുപോയി മറ്റൊരു ഡയറിയിലെ 2 കുറിപ്പുകൾ പോലീസ് ഉദ്യോഗസ്ഥർ കീറി കൊണ്ടുപോകുന്നത് നാസർ കണ്ടു. അഥവാ ശ്രീകുമാറിൻ്റെ ആത്മഹത്യക്കുറിപ്പ് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ നശിപ്പിച്ചു എന്ന ആരോപണത്തിലുള്ള ഒരു ദൃക്സാക്ഷി രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഉദ്യോഗസ്ഥർക്ക് നേരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ പര്യാപ്തമായ രീതിയിൽ മാനസിക സമ്മർദ്ദം അനുഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നതിനോടൊപ്പം ആത്മഹത്യാക്കുറിപ്പ് പോലീസ് നശിപ്പിച്ചു എന്നുള്ളതാണ്. എവിഡൻസ് ടാമ്പറിംഗ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഗുരുതരമായ ആരോപണമാണ് നാസർ ഉന്നയിച്ചിരിക്കുന്നത്. നാസർ ആരോപണത്തിൽ ഉറച്ചു നിന്നാൽ സുജിത് ദാസിനെതിരെയുള്ള അന്വേഷണം കൂടുതൽ ശക്തമാവുകയും ചെയ്യും. അഷ്കർ അലിയാണ് നമുക്കൊപ്പം ചേർന്നത് കൂടുതൽ വിവരങ്ങളുമായി. അഷ്കർ അലി, ഞാൻ തിരിച്ചു വരാം. നമുക്ക് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ഗുരുതരമായ ആരോപണമാണ് നാസർ ഉന്നയിച്ചിരിക്കുന്നത്. ആത്മഹത്യാ പ്രേരണ, ആത്മഹത്യാ കുറിപ്പ് നശിപ്പിക്കൽ, തെളിവ് നശിപ്പിക്കൽ, ഇതൊക്കെ ഈ നാസറിന്റെ മൊഴിയിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.